തെക്ക് കിഴക്ക് കറക്റ്റായിട്ട് ബലിഷ്ടമായ ഒരു തെങ്ങ് ഉള്ള വീട്ടിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഹൈലി ഇൻ്റലിജൻ്റ് ആയിരിക്കും. അതൊരു സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. പക്ഷെ ആ വേളകളിൽ അയാൾ വ്യത്യസ്തനായിരിക്കും. കറക്റ്റ് ഇൻറ്റ്യൂഷനുള്ള ഒരാളായിരിക്കാം. ഒരുപാട് ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ പ്രവചനങ്ങളും അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടെ അവർ 6 മാസം കഴിഞ്ഞ് നടക്കേണ്ട കാര്യത്തിന് അത് പറ്റില്ല, നടക്കില്ലെന്ന് അവർ പറയും. മരങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായ മരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെങ്ങ് തന്നെയാണ്. നമ്മുടെ ഈ കാലാവസ്ഥയിലും ഈ നാട്ടുമ്പുറങ്ങളിലും ഏറ്റവും അനുഗ്രഹീതമായ മരം തെങ്ങാണ്. ആ തെങ്ങ് വയ്ക്കേണ്ട ഭാഗം വാസ്തുവിൽ വളരെ കർശനമായുണ്ട്. ഇപ്പം നിങ്ങളുടെ വീട്ടിനുള്ളിൽ ഒരു സെക്യൂരിറ്റി നിങ്ങൾ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗം ഉണ്ടാവും? പുറത്തുനിന്ന് അനാവശ്യമായ ഒരാൾ അകത്തോട്ട് കടത്തി വിടില്ല. ഒരാൾ ഒരുപക്ഷെ ബന്ധു എന്ന് പറഞ്ഞാലും അകത്ത് കൺഫേം ചെയ്തിട്ട് അയാൾ അകത്ത് കടത്തിയുള്ളൂ. നിങ്ങളുടെ ബന്ധുവാണോ, അദ്ദേഹത്തിന്റെ പേര് ഇതാണ്, ഇവിടെ നിന്ന് വരുന്നു, ഇതാണ് ഒരു സെക്യൂരിറ്റി ചെയ്യുന്നത് അല്ലേ? അപ്പം ഒരു സെക്യൂരിറ്റി വീട്ടിനുള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉറപ്പുണ്ട്, പുറത്ത് സെക്യൂരിറ്റി ഉണ്ടെന്നുള്ളൊരു ഉറപ്പുണ്ട്. അതേപോലെ ഒരു മറ്റൊരു സെക്യൂരിറ്റിയാണ് തെങ്ങും. പക്ഷേ ആ വീട്ടിൽ ഒരു സ്ഥാനത്ത് വരുമ്പോൾ മാത്രമേ ആ തെങ്ങ് ആ ധർമ്മം ചെയ്യുന്നുള്ളൂ. തെക്ക് കിഴക്ക്. അപ്പോൾ അവിടെ ഒരു തെങ്ങ് വരുമ്പോൾ ഈ സെക്യൂരിറ്റി ചെയ്യുന്ന കാര്യം തെങ്ങ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ തെങ്ങ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും എന്നല്ലെങ്കിലും ചിലർക്കെങ്കിലും ഇൻറ്റ്യൂഷനായിട്ട് പല കാര്യങ്ങളും അവർക്ക് പ്രവചിക്കാൻ പറ്റും. അത് ഈ തെങ്ങ് തരുന്ന എനർജിയാണ്. മറ്റ് സെക്യൂരിറ്റി നിന്ന് ചെയ്യുന്ന സഹായം പാവം ഇതിനെ അങ്ങോട്ട് ആടാനോ അനങ്ങാനോ സംസാരിക്കുന്ന കാര്യത്തോണ്ട് ആ വീട്ടിൻ്റെ മനുഷ്യരിൽ ചിലർക്ക് ഇൻറ്റ്യൂഷൻ അധികമാക്കി കൊടുക്കും.